ട്രംപിന്റെ H-1B വിസ നയത്തിലെ മാറ്റം അമേരിക്കയിലെ തൊഴിൽ മേഖലയെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് ഒരു പുതിയ പഠനം പുറത്തു വന്നിരിക്കുകയാണ്. JP മോർഗൻ ചേസ് നടത്തിയ പഠനത്തിൽ ഈ ആശങ്കകൾ ഉന്നയിക്കുന്നത്. പുതിയ H-1B വിസയ്ക്ക് $1,00,000 ഫീസ് ഈടാക്കാൻ തുടങ്ങിയാൽ ഓരോ മാസവും ഏകദേശം 5,500 തൊഴിൽ പെർമിറ്റുകൾ കുറയാൻ സാധ്യതയുണ്ടെന്ന് ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് വിദേശത്ത് നിന്ന് അമേരിക്കയിലേക്ക് വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറയും. JP മോർഗനിലെ സാമ്പത്തിക വിദഗ്ധരായ ABL റെയിൻഹാർട്ടും മൈക്കൽ ഫെറോലിയും ചേർന്നാണ് ഈ പഠനം നടത്തിയത്. 2024 സാമ്പത്തിക വർഷത്തിൽ 1,41,000 പുതിയ തൊഴിൽ അപേക്ഷകളാണ് ലഭിച്ചത്. ഇതിൽ ഏകദേശം 65,000 അപേക്ഷകളും വിദേശത്തുള്ള കോൺസുലേറ്റുകൾ വഴിയാണ് വന്നത്. പുതിയ ഫീസ് വന്നാൽ ഇവരെയായിരിക്കും കൂടുതൽ ബാധിക്കുക എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എല്ലാ അപേക്ഷകളും നിരസിക്കപ്പെട്ടാൽ ഓരോ മാസവും 5,500 തൊഴിൽ പെർമിറ്റുകൾ വരെ കുറയാൻ സാധ്യതയുണ്ട്. മറ്റ് വിസകൾ ഉപയോഗിച്ച് ജോലി നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. വിദേശത്ത് നിന്ന് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെയും ഈ മാറ്റം പ്രതികൂലമായി ബാധിക്കും. അമേരിക്കയിൽ പഠിക്കാൻ വരുന്നവരുടെ എണ്ണം കുറയാൻ ഇത് കാരണമാകും. പഠനം കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയും കുറയും എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നതിൻ്റെ ഭാഗമായാണ് ട്രംപ് ഭരണകൂടം ഈ പുതിയ നിയമം കൊണ്ടുവന്നത്. എന്നാൽ ഇത് പല കമ്പനികൾക്കും ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം H-1B വിസ ലഭിച്ചവരിൽ പകുതിയിലധികം പേരും കൺസൾട്ടിംഗ് സ്ഥാപനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. 2024 H-1B വിസ ലഭിച്ചവരിൽ 70% ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അതിൽ തന്നെ 2 പേർ കമ്പ്യൂട്ടർ ജോലികൾ ചെയ്യുന്നവരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിവീലിയോ ലാബ്സിലെ സാമ്പത്തിക വിദഗ്ധ ലൗജൈന അബ്ദൽവായത് പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഫീസ് വർധനവ് H-1B വിസ സമ്പ്രദായം ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. ഇത് ഏകദേശം 1,40,000 പുതിയ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട്. അതായത് ഓരോ മാസവും 10,000 തൊഴിലുകൾ നഷ്ടപ്പെടാം. അമേരിക്കയിലെ പല കമ്പനികളും വിദഗ്ധരായ വിദേശ തൊഴിലാളികളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അമേരിക്കയിൽ പുതിയ നിയമം വരുന്ന ഈ സമയം തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ ശരാശരി 29,000 പേർക്ക് മാത്രമാണ് പുതുതായി ജോലി ലഭിച്ചത്. കുടിയേറ്റം കുറഞ്ഞതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഫെഡറൽ റിസർവ് ചെയർ ജെറോം പോവൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ബ്ലൂംബർഗ് എക്കണോമിക്സ് പറയുന്നത് ഈ മാറ്റം കൂടുതൽ ശമ്പളമുള്ള ടെക്നോളജി, ഫിനാൻസ്, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിലേക്ക് വിസകൾ കൂടുതൽ ലഭിക്കാൻ സഹായിക്കുമെന്നാണ്. എന്നാൽ വിദ്യാഭ്യാസം പോലുള്ള കുറഞ്ഞ ശമ്പളമുള്ള മേഖലകളിൽ ഇത് പ്രതിസന്ധി ഉണ്ടാക്കും. എങ്കിലും വിസകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകാൻ സാധ്യതയില്ലെന്നും അവർ പറയുന്നു. കാരണം ഇപ്പോഴും വിസയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. പുതിയ നിയമം നിലവിൽ വരുന്നതിന് മുൻപ് H-1B വിസ ലഭിച്ചവരെ ഈ മാറ്റം ബാധിക്കില്ല. കാരണം $1,00,000 ഫീസ് പുതിയ അപേക്ഷകർക്ക് മാത്രമാണ്. ബ്ലൂംബർഗ് എക്കണോമിക്സിലെ ക്രിസ് ജി കൊലിൻസും സ്റ്റോട്ട് പോളും പറയുന്നത് ഈ നയം അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനും കൂടുതൽ ശമ്പളം നൽകാൻ കഴിയുന്ന കമ്പനികളിലേക്ക് വിസകൾ എത്താനും സഹായിക്കുമെന്നാണ്. എന്നാൽ ഇത് ചില ജോലികൾ വിദേശത്തേക്ക് മാറ്റാൻ പ്രേരിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നും പറയുന്നു. ചുരുക്കത്തിൽ ട്രംപിൻ്റെ ഈ പുതിയ H-1B വിസ നയം അമേരിക്കയിലെ തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. ഇത് അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുമോ അതോ കമ്പനികൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.